ഹായ്. പല്ലുവേദന വരാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ പലതും പരീക്ഷിച്ച് നോക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ നമ്മൾ ഒരു 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പല്ലുവേദനയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയാൽ അവർക്ക് കാര്യമായിട്ടുള്ള മെഡിസിനൊന്നും അവർ തരില്ല. പിന്നെ പല്ല് പറിച്ച് കളയാനും പറ്റില്ല. 10 വയസ്സിന് താഴോട്ടുള്ള മക്കൾക്ക് പല്ലെടുത്ത് കളയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒറ്റമൂലി എന്ന ഒരു സമ്പ്രദായത്തെ ആയിരിക്കും നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത്. അപ്പോൾ ഒറ്റമൂലി, അപ്പോൾ പല്ലുവേദനയ്ക്ക് നമ്മൾ കൂടുതൽ എന്താ ഒറ്റമൂലിയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അറിയാത്തവരായിട്ടും കുറേ ആളുകളുണ്ട്. അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, പല്ലുവേദനയാണ്, അപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ കുഞ്ഞു മോൾക്കാണ്, 10 വയസ്സായില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ആൾ, അതായത് എൻ്റെ അമ്മയുടെ അനുജത്തി, അപ്പോൾ കുറേ പ്രായമുള്ള ഒരാളാണ്. അമ്മ അന്നേരം അവർ ഒരു ബന്ധുവാണ്, സ്വന്തം അമ്മേൻ്റെ അനുജത്തിയല്ല, ഒരു ബന്ധുവാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നു, എൻ്റെ മോന് പല്ലുവേദന വന്നപ്പോൾ ഞാൻ മരത്തിൻ്റെ വേരാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ അക്കാര്യം നിങ്ങളോട് പങ്കിടുകയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ എൻ്റെ ഈ അനുഭവം, അപ്പോൾ ഞാനിത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മോന് ഈ ഒരു പല്ലുവേദന പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്, പങ്കുവെക്കുകയാണ്. അതിന് വേണ്ടത് വട്ടയില എന്ന് കേട്ടിട്ടില്ലേ? വട്ടയില ചില സ്ഥലത്ത് വട്ടയില എന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഉപ്പൂത്തി എന്ന് പറയും. അപ്പോൾ വേറെ ഓരോരോ നാട്ടിലും ഓരോ പേരായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ ഇലയും രൂപവും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചുവന്ന തണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെയൊരു ചെടി. അപ്പോൾ ഇത് ഇപ്പോൾ വലിയൊരു മരത്തിൻ്റെ ചെറിയൊരു തൈയാണ് ഇത്. അത് വിത്ത് വീണ് കിളിർത്ത് വന്ന തൈയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ലേ? ഇതാണ് വട്ടയില. അപ്പോൾ നമ്മൾ ഇതിനെ പണ്ട് കാലത്ത് ഉപ്പൊക്കെ പൊതിയാനൊക്കെ ഉപയോഗിച്ചിരുന്ന. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വേര്, അതായത് ഇതിപ്പോൾ ചെറിയതായല്ലേ, ഇത്തരം വലിയൊരു മരത്തിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ വേര് ഒരിത്തിരി നീളത്തിൽ, ഒരിത്തര കഷ്ണത്തിൽ നമ്മളെടുത്തിട്ട് അത് ഒരു 50 മില്ലി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വേര് നമ്മൾ അതിലിടുമ്പോൾ ഇങ്ങനെ ഒരു പത പൊന്തി വരും. പിന്നീട് ആ പത ഫുള്ളും താഴുന്നതിന് മുമ്പേ ഇറക്കി വെച്ച് തണിഞ്ഞ ശേഷം ആ വെളിച്ചെണ്ണ നമ്മൾ മൂർധാവിൽ വെക്കുക. അതായത് പല്ലുവേദന വന്നതാരാണോ ആ ആളിൻ്റെ മൂർധാവിൽ അത് വയ്ക്കുക. അപ്പോൾ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് അതുപോലെ 3-4 ദിവസമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അത്രയേ അത് ഉണ്ടാക്കേണ്ടതുള്ളൂ, ഒരു 50 മില്ലി. അത്രയും ദിവസം അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത് വർഷങ്ങളോളം നിങ്ങൾക്ക് പല്ലുവേദന വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരു തോന്നൽ വന്നത്, ഞാൻ എത്രയോ വർഷം മുമ്പ് ഇതിൻ്റെ ഒരു വേര് ഇതുപോലെ മൂപ്പിച്ച വെളിച്ചെണ്ണ തേച്ചപ്പോൾ എനിക്കിപ്പം പല്ലുവേദനയേ ഇല്ല. ഇപ്പോൾ ഏതാണ്ട് 18 വർഷത്തോളം എനിക്ക് പല്ലുവേദനയില്ല. ആ കേടായ പല്ല് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുമില്ല. അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, എൻ്റെ വായിലുണ്ട്.
അപ്പോൾ അത്രയും ഉത്തമമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വട്ടയില എന്ന മരത്തിൻ്റെ തൊലി അല്ലെങ്കിൽ വേര്, അത് തൊലിയല്ലേ തണ്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് അപ്പം ഈ വേരെടുത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് തണിഞ്ഞ ശേഷം തലയിൽ തേച്ചാൽ പല്ല് വേദന മാറും. അപ്പം ചെറിയ കുട്ടികൾക്ക് അത്രയും ഉപകാരപ്രദമായ ഒരു ഔഷധ മൂല്യം, അതായത് ഒരൊറ്റ മൂല്യമാണ് വട്ടയിലയുടെ വേര്. അപ്പം ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണേ. താങ്ക് യു.